ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ അനുജ. ഡിസംബർ മാസത്തിലെ പൊൻപുലരിലെ 23-ാം ദിനത്തിൽ കാലിത്തൊഴുത്തിലെ ഉണ്ണിയെ തേടി എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പുൽക്കൂട് യേശുക്രിസ്തുവിന്റെ ജനനം അനുസ്മരിക്കാനായി ക്രിസ്മസിനെ ദേവാലയങ്ങളിലും ഭവനങ്ങളിലും നിർമ്മിക്കുന്ന ഒരു രൂപമാണ് പുൽക്കൂട്. ബെത്ലഹേമിന്റെ കാലിത്തൊഴുത്തിന്റെ മാതൃകയിലാണിത്. ദൈവം മനുഷ്യർക്കായി ഭൂമിയിൽ ജനിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥലം പുൽക്കൂടായിരുന്നു. പുല്ല്, വൈക്കോൽ, പനയോല എന്നിവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുൽക്കൂട്ടിൽ ഉണ്ണിയേശു, മറിയം, ജോസഫ്, ആട്ടിടയന്മാർ, മാലാഖമാർ എന്നിവയുടെ രൂപങ്ങൾ വയ്ക്കുന്നു. ക്രിസ്തുവർഷം 1-ാം നൂറ്റാണ്ടു മുതൽ ഈ രീതി നിലനിന്നതായി കരുതപ്പെടുന്നു. യേശു പിറന്ന ബെത്ലഹേമിലെ കാലിത്തൊഴുത്ത് പുനർനിർമ്മിക്കുകയായിരുന്നു ലക്ഷ്യം. വിശുദ്ധ ഫ്രാൻസിസ് അസിസി 1223 ഇറ്റലിയിലെ ജീവനുള്ള പാളയും കഴുതയും ഉൾപ്പെടെയുള്ള മൃഗങ്ങളുമായി പുൽക്കൂടൊരുക്കി. ഇത് ആദ്യത്തെ പുൽക്കൂടായി കണക്കാക്കപ്പെടുന്നു. ഇന്ന് ക്രിസ്മസിന്റെ പ്രധാന ഭാഗമായ പുൽക്കൂട് മാറി. ഓരോ ദേശത്തും പുൽക്കൂടിന്റെ നിർമ്മാണത്തിലും രൂപത്തിലും വ്യത്യാസങ്ങൾ ഉണ്ട്. യേശുവിന്റെ ലാളിത്യം, ദൈവസ്നേഹം എന്നിവ ഓർമ്മപ്പെടുത്താനും മനുഷ്യാവതാരത്തിന്റെ അത്ഭുതം പ്രകടമാക്കാനും പുൽക്കൂട് സഹായിക്കുന്നു. പുൽക്കൂട് നമ്മോട് പറയുന്നത് വിനയത്തിന്റെ പാഠമാണ്. അധികാരവും സമ്പത്തുമല്ല, ലാളിത്യവും ദൈവസ്നേഹവുമാണ് ദൈവത്തിന് പ്രിയം. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമാണിത്. ഈ ക്രിസ്മസിനെ വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും നിറഞ്ഞ ഒരു പുൽക്കൂട് നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഒരുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കാലിത്തൊഴുത്തിലെ ഉണ്ണിയെ തേടി എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. നന്ദി.